ഗുണ്ടകളും ക്രിമിനലുകളും ലഹരി മാഫിയയും അഴിഞ്ഞാടുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പോലീസിനോ എക്സൈസിനോ ഇത്തരം കാര്യങ്ങളിൽ നിയന്ത്രണമില്ലെന്നും അപകടകരമാണ് സംസ്ഥാനത്തെ സ്ഥിതിവിശേഷണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ലഹരി അക്രമ മാഫിയയ്ക്ക് CPM-ന്റെ രാഷ്ട്രീയ രക്ഷാകർതൃത്വമുണ്ടെന്നും സതീശൻ ആരോപിച്ചു. കുട്ടികളുടെ ഇടയിൽ ലഹരി വ്യാപകമായി വ്യാപിക്കപ്പെടുകയാണ്, ലഹരി വ്യാപകമായി വിതരണം ചെയ്യുകയാണ്. ഏറ്റവും ലഹരി വസ്തുക്കൾ കേരളത്തിൽ ഏറ്റവും സുലഭമായ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? കൺസ്യൂമേഴ്സിനാണ്, ചെറിയ ക്വാണ്ടിറ്റി കയ്യിലുള്ള ഇത് ഉപയോഗിക്കുന്ന ആളുകളെ മാത്രമാണ് വിളിക്കുന്നത്. ഒരിക്കലും ഇതിന്റെ സോഴ്സ് എവിടെയാണെന്ന് അന്വേഷിച്ച് ഒരു ഗവൺമെന്റ് ഏജൻസിയും പോകുന്നില്ല, എക്സൈസും പോകുന്നില്ല, പോലീസും പോകുന്നില്ല. സംസ്ഥാനത്ത് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള അക്രമങ്ങളാണ് നടക്കുന്നതെന്ന് സതീശൻ ചൂണ്ടിക്കാട്ടി. കുട്ടികളുടെ ഇടയിൽ ലഹരി വ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്നു. ലഹരി വസ്തുക്കൾ ഏറ്റവും സുലഭമായ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഉപയോഗിക്കുന്നവരെ മാത്രം സർക്കാർ പിടിക്കുന്നു. എന്നാൽ ഇതിന്റെ ഉറവിടം തേടി പോലീസോ എക്സൈസോ പോകുന്നില്ല. മിനിറ്റുകൾക്കുള്ളിൽ മാരകമായ ലഹരി വസ്തുക്കൾ ഇന്ന് കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. SSLCക്ക് പഠിക്കുന്ന കുട്ടികൾ നടത്തുന്നത് ലഹരി പാർട്ടിയാണ്. വമ്പന്മാർ ലഹരി പാർട്ടികൾ നടത്തുന്നു. ഒഴിഞ്ഞുകിടക്കുന്ന എല്ലായിടത്തും ലഹരി പാർട്ടികൾ പരസ്യമായി നടക്കുന്നു. ലഹരി വസ്തുക്കൾ എത്തുന്ന ഉത്ഭവസ്ഥാനം കണ്ടെത്തി അത് അവസാനിപ്പിക്കാൻ പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് സതീശൻ പറഞ്ഞു. ഇതിന് വ്യാപകമായ മുന്നേറ്റം ഉണ്ടാകണം. ഇതിന് മുൻകൈ എടുക്കേണ്ടത് സർക്കാരാണ്. എന്നാൽ അവർ മറ്റെല്ലാ കാര്യങ്ങളിലേതും പോലെ ഇതിലും നിസ്സംഗരാണ്. കേരളം വലിയ ഭീതിയിലാണ്. കുഞ്ഞുങ്ങളെ സ്കൂളുകളിലേക്കും കോളേജിലേക്കും അയക്കുന്ന മാതാപിതാക്കൾക്ക് പേടിയാണ്. അപകടത്തിലേക്ക് കേരളം പോവുകയാണ്. സർക്കാർ ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടു. കേരളത്തിലേക്ക് കിലോ കണക്കിനാണ് ലഹരി വസ്തുക്കൾ വരുന്നത്. എവിടെ നിന്നാണ് ഇത് വരുന്നതെന്ന് കണ്ടെത്താൻ ഒരു സംവിധാനവും ഇല്ലെന്നാണ് പറയുന്നതെങ്കിൽ സർക്കാർ പരാജയമാണെന്നാണ് അർത്ഥമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പ്രാദേശിക ലഹരി സംഘങ്ങൾക്ക് CPM ആണ് സംരക്ഷണം നൽകുന്നതെന്നതിനെ ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ കാര്യങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതിയെന്ന് സതീശൻ പറഞ്ഞു. കാപ്പ കേസ് പ്രതികളെ വരെ പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വാഗതം ചെയ്യുന്നത് മന്ത്രിമാർ അടക്കമുള്ളവരാണ്. അതുകൊണ്ടാണ് CPM-നെ ഈ കാര്യങ്ങളിൽ രാഷ്ട്രീയ രക്ഷാകർതൃത്വമുണ്ട് എന്ന് പറയുന്നതെന്നും സതീശൻ പറഞ്ഞു. ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെ നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് ലഹരി മാഫിയയ്ക്ക് സംരക്ഷണം നൽകുന്നത് എന്നത് താൻ യാഥാർത്ഥ്യബോധത്തോടെ പറയുന്നതാണെന്നും സതീശൻ പറഞ്ഞു.